ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിച്ചത് ആ ഒരൊറ്റ കാര്യമാണ്. പെട്രോളിനും ഡീസലിനും ഉടനടി തന്നെ വില കുറയും. ആ വിലക്കുറവ് പ്രതീക്ഷിച്ചിരുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ആ പ്രതീക്ഷകൾ ബ്രേക്ക് ഇട്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ഉടൻ കുറയ്ക്കാൻ സാധ്യതയില്ലെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. ലോക്സഭയിൽ നൽകിയ മറുപടിയിലൂടെയാണ് പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രി സുരേഷ് ഗോപി സർക്കാരിന്റെ നയവും നിലപാടും വ്യക്തമാക്കിയത്. ബ്രെന്റ് ക്രൂഡ് വില ഒരു ഘട്ടത്തിൽ ബാരലിന് $122 നിന്നും $68 ഇടിഞ്ഞെങ്കിലും പിന്നീട് വീണ്ടും $90 മുകളിലെത്തിയതായിട്ടാണ് മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. പശ്ചിമേഷ്യയിലെ സംഘർഷവും ആഗോള വിപണിയിലെ അനിശ്ചിതത്വവുമൊക്കെ എണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വില കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചനയില്ലെന്നാണ് സർക്കാർ പറയുന്നത്. ഇന്ത്യ ആവശ്യമായ അസംസ്കൃത എണ്ണയുടെ 88%-ലധികവും ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിലെ ഓരോ ചലനവും ആഭ്യന്തര ഇന്ധനവിലയെ നേരിട്ട് തന്നെ ബാധിക്കും. മാർച്ചിൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകാൻ ലിറ്ററിന് 10 രൂപ വീതം എക്സൈസ് തീരുവ കുറച്ചതോടെ സർക്കാരിന് വലിയ വരുമാന നഷ്ടമുണ്ടായി എന്നാണ് മന്ത്രിയും പറയുന്നത്. അതേസമയം പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് പെട്രോൾ, ഡീസൽ, LPG വിൽപ്പനയിൽ ഇപ്പോഴും വലിയ സാമ്പത്തിക സമ്മർദ്ദമുണ്ടെന്നും സർക്കാർ തന്നെ പറയുന്നു. ഡൽഹിയിൽ നിലവിൽ പെട്രോളിന് ലിറ്ററിന് 102 രൂപയും ഡീസലിന് 95 രൂപയുമാണ് വില. ഇപ്പോൾ വില കുറയുമെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സമയപരിധിയോ ഉറപ്പോ ഒന്നും തന്നെ നൽകുന്നില്ല. അതുകൊണ്ട് ആഗോള എണ്ണ വിപണിയുടെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെയും ഗതിവിഗതികൾ തന്നെയാണ് ഇനി ഇന്ത്യയിലെ ഇന്ധനവില നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമായി മാറുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.